ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം. രാജി അനിവാര്യമാണെന്ന നിലപാടിൽ CPM-ലെ വനിതാ നേതാക്കൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. രാജി ആവശ്യത്തിൽ ആനി രാജയെ തിരുത്തി ബിനോയ് വിശ്വം. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയുന്നത് നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPM-ൽ സജീവമെന്ന് പ്രതിപക്ഷ നേതാവ്. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതി. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴയിലേക്ക് കൈമാറും. സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമ പരാതികളിൽ മൊഴിയെടുപ്പ് തുടരുന്നു. ഓരോ കേസും ഓരോ സംഘം അന്വേഷിക്കുമെന്ന് IGG പൂങ്കുഴലി. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവിനെതിരെ അന്വേഷണം. അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം. തൊടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം നടത്തും. നടപടി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ 6 പള്ളികൾ ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. ആവശ്യമായ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി. നടപടി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കോടതിയലക്ഷ്യ ഹർജിയിൽ. സംസ്ഥാനത്ത് മഴ കനക്കും. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകളിലേക്ക്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. 2013 തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആരോപണം. കരമനയിൽ രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറും. 2008 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചതായി ആരോപിച്ച് മറ്റൊരു നടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.